ടോപ്പ് 10 വ്ളോഗിൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നമ്മുടെ ബിസിനസ്സിന് വേണ്ടിയിട്ട് പല സമയങ്ങളിലായിട്ട് പോസ്റ്ററുകൾ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. നല്ല രീതിയിലുള്ളൊരു പോസ്റ്റർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. നല്ല രീതിയിൽ പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് വിവിധ ഓപ്ഷനുകളുണ്ട്. പ്രധാനമായിട്ടും കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ലാപ്ടോപ്പ് മുഖേനയാണ് സാധാരണ രീതിയിൽ പോസ്റ്ററുകൾ ക്രിയേറ്റ് ചെയ്യാറുള്ളത്. എന്നിരുന്നാലും മൊബൈൽ വഴിയും നമുക്ക് നല്ല രീതിയിലുള്ള പോസ്റ്ററുകൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. എങ്ങനെയാണ് മൊബൈൽ വഴി നമുക്ക് 10 മിനിറ്റ് കൊണ്ട് നല്ലൊരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കേണ്ടത് പ്ലേ സ്റ്റോറിലാണ് പോകേണ്ടത്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് നമ്മളൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട്. ആ ആപ്പിൻ്റെ പേരാണ് ഫ്ലെയർ മേക്കർ എന്നുള്ളത്. ഫ്ലെയർ മേക്കർ എന്നടിച്ച് കൊടുത്ത് അത് ഡൗൺലോഡ് ആക്കുക. ഡൗൺലോഡ് ആക്കിയിട്ട് അത് ഓപ്പൺ ആക്കുക. ഈ ഒരു ഫ്ലെയർ മേക്കറിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ ഫ്ലെയർ മേക്കറിൽ ഒരുപാട് റെഡിമെയ്ഡ് പോസ്റ്ററുകൾ നമുക്ക് ലഭ്യമാണ്. ആ റെഡിമെയ്ഡ് പോസ്റ്ററുകൾ നമുക്ക് ഉപയോഗിച്ചുകൊണ്ട് നല്ല രീതിയിലുള്ള പോസ്റ്ററുകൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നമ്മുടെ നമുക്ക് ഒരു എഡ്യൂക്കേഷൻ കമ്പനി ആണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ടൈപ്പ് ലോഗോസും അതിൻ്റെ ടൈപ്പ് കുറേ പോസ്റ്ററുകൾ ഇവിടെ ലഭ്യമാണ്. ആ പോസ്റ്ററുകൾ നമുക്ക് എന്ത് ചെയ്യാം, അതിൽ എഡിറ്റ് ചെയ്തുകൊണ്ട് നമ്മുടേതാക്കി മാറ്റി നമുക്കത് പോസ്റ്ററായിട്ട് നമുക്ക് ടൈപ്പ് ചെയ്ത് അത് പോസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമുക്ക് വിവിധ രീതിയിലുള്ള പോസ്റ്ററുകൾ, വിവിധ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വിവിധ പോസ്റ്ററുകളുണ്ട്. ആ പോസ്റ്ററുകൾ എഡിറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് മാറ്റാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു ആപ്പിൻ്റെ പ്രത്യേകത. മറ്റ് ആപ്പുകളിലൊക്കെ റെഡിമെയ്ഡ് പോസ്റ്ററുകൾ ഉണ്ടാവില്ല. നമ്മൾ പോസ്റ്ററുകൾ ആദ്യം മുതൽ തുടക്കം മുതൽ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ ആ റെഡിമെയ്ഡ് പോസ്റ്ററിൽ എങ്ങനെയാണ് നമുക്കൊരു പോസ്റ്റർ നല്ല രീതിയിൽ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നോക്കുന്നത്. അതിന് ഈ ഒരു ആപ്പ് എന്തൊക്കെ കാര്യങ്ങളാണ് പ്രൊവൈഡ് ചെയ്ത് തരുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇത്തരത്തിൽ വിവിധ പോസ്റ്ററുകൾ ഇതിൽ ലഭ്യമാണ്. ഇത് നമുക്ക് പൈസ കൊടുത്തുകൊണ്ടും അതേപോലെ തന്നെ ആഡ് കണ്ടുകൊണ്ടും നമുക്കിത് വാങ്ങാൻ പറ്റും. അപ്പോൾ അതിൽ നമുക്ക് ഒരു പോസ്റ്റർ ഒന്ന് എഡിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളിവിടെ എഡിറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു എഡ്യൂക്കേഷൻ്റെ ഒരു പോസ്റ്ററാണ്. ആ പോസ്റ്റർ നമുക്കൊന്ന് എഡിറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മൾ വേണ്ട ഒരു പോസ്റ്റർ സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതാണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. ഇത് സെലക്ട് ചെയ്തിട്ട് ഇവിടെ താഴത്ത് എഡിറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. എഡിറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് വേണ്ടത് ആഡ് ചെയ്താൽ മതി. ഇപ്പോൾ ഇവിടെ MBA അഡ്മിഷൻ എന്നുള്ളത് നമ്മൾ കൊടുക്കണമെങ്കിൽ ഇവിടെ നമുക്ക് ഈ ഓരോ സാധനങ്ങളും എഡിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ ഫോട്ടോ എഡിറ്റ് ചെയ്യാം, അതേപോലെ തന്നെ ഈ ടെക്സ്റ്റ് ലെറ്ററുകൾ എഡിറ്റ് ചെയ്യാം, ഇവിടെ വെബ്സൈറ്റ് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം MBA അഡ്മിഷൻ എന്നുള്ളതാണ് എഴുതാൻ പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ അതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ നിന്നിട്ട് താഴത്ത് പെന്നിൻ്റെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്ത് എഡിറ്റ് കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ MBA അഡ്മിഷൻ എന്നുള്ളതാണ് കൊടുക്കേണ്ടത്. അഡ്മിഷൻ. നല്ല രീതിയിലൊരു പോസ്റ്റർ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ താഴത്തെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോസ്റ്റർ നമ്മൾ നിർമ്മിച്ച് കൊടുക്കുന്നതാണ്. മാത്രമല്ല, എങ്ങനെ പോസ്റ്ററുകൾ നിർമ്മിക്കാം എന്നുള്ളതിനെക്കുറിച്ച് നല്ലൊരു കോഴ്സ് നമ്മൾ ചെയ്യുന്നുണ്ട്. മൊബൈൽ വഴി നല്ല രീതിയിലൊരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യാനുള്ള എല്ലാ സെറ്റപ്പുകൾക്കും വേണ്ടിയിട്ടുള്ള നല്ലൊരു കോഴ്സ് നമ്മൾ ചെയ്യുന്നുണ്ട്. അത് ലഭിക്കാൻ വേണ്ടിയിട്ടും താഴത്തെ നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിവിധ രീതിയിൽ വിവിധ ആപ്പുകളും വിവിധ സെറ്റപ്പുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ നല്ല രീതിയിലൊരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതിൻ്റെ കോഴ്സ് മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന ഒരു കോഴ്സ് നമ്മൾ ഓൺലൈനായിട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളെ സൗകര്യം പോലെ നിങ്ങൾക്കത് പഠിക്കാവുന്നതാണ്. അതിന് വേണ്ടിയിട്ടുള്ള കോഴ്സ് കൂടി നമ്മൾ ചെയ്യുന്നുണ്ട്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ ചാനൽ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടും എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിവിധ കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നമ്മളിവിടെ അഡ്മിഷൻ ആക്കി എന്നിട്ട് അതിന് ശേഷം അതിവിടെ കൊടുത്തു, അഡ്മിഷൻ എന്നാക്കി. ഓക്കെ, ഇനി നമുക്കിവിടെ ഫോൺ നമ്പർ എഡിറ്റ് ചെയ്യണം. അപ്പോൾ അവിടെ ഈ ഫോണിൻ്റെ ചിഹ്നത്തിൻ്റെ അടുത്തുള്ള ഫോൺ അതിൽ ക്ലിക്ക് ചെയ്ത് അത് എഡിറ്റ് ചെയ്ത് കൊടുത്തു. ഓക്കെ, അത് എഡിറ്റ് ചെയ്യാൻ നമ്പർ കൊടുത്തു. നമ്മുടെ നമ്പർ നമ്മൾ കൊടുക്കുക. +9192074909. ഓക്കെ, അത് കൊടുത്തു. അത് കൊടുത്തതിന് ശേഷം നമ്മളിവിടെ ബ്രാൻഡ് നെയിം, നമ്മുടെ കമ്പനീൻ്റെ നെയിം എന്താ അക്കാദമിൻ്റെ പേരെന്ന് വെച്ചാൽ അത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഗൂഗിൾ അക്കാദമി എന്ന് കൊടുക്കാം. ഗൂഗിൾ അക്കാദമി അവിടെയാണ് അഡ്മിഷന് വേണ്ടിയിട്ടുള്ളത് കൊടുക്കുന്നത്. ഓക്കെ, ഗൂഗിൾ അക്കാദമി എന്ന് കൊടുത്തു. ഇനി ഇവിടെ ലോഗോ സെലക്ട് ചെയ്യാൻ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഡിലീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെ അത് ഡിലീറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് പുതിയൊരു ലോഗോ ആഡ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമുക്കത് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, അത് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി അവിടെ കട്ട് ചെയ്ത് ചെയ്യാണ്. അതിന് ശേഷം നമുക്കൊരു ഇവിടെ താഴത്ത് കണ്ടില്ലേ,
ഇവിടെ കുറേ ഇമേജ് ആഡ് ചെയ്യാനും പിന്നെ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ടെക്സ്റ്റ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. ബാക്ക്ഗ്രൗണ്ട് മാറ്റണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. ഗ്രാഫിക്സ് അതേപോലെ തന്നെ ഷേപ്സ് ഇതൊക്കെ മാറ്റാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അത് നമുക്കത് എടുക്കാം. എന്നിട്ട് അതിൽ ആഡ് ഇമേജ് എന്നുള്ളത് കൊടുക്കാം. അതിൽ നമ്മൾ ചോദിക്കും ക്യാപ്ചേർഡ് ഇമേജ് വേണോ ചൂസ് ഇമേജ് വേണോ എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ ചൂസ് ഇമേജ് ആണ് കൊടുക്കേണ്ടത്. ചൂസ് ഇമേജ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഗാലറിയിലേക്ക് പോവും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ ലോഗോ നമ്മളത് ആഡ് ചെയ്യുക. ലോഗോ ജസ്റ്റ് ഇവിടെ ആഡ് ചെയ്യുകയാണ്. ഇവിടെ ലാമാർക്ക് എന്നുള്ളതാണ് നമ്മുടെ ലോഗോ. നമ്മളിവിടെ ആഡ് ചെയ്യാണ്. എന്നിട്ട് നമ്മളിവിടെ ആഡ് ചെയ്യാണ്. എന്നിട്ടത് നമ്മളിവിടെ അത് ചെറുതാക്കുക. ലോഗോ സൈസ് ഒന്ന് കുറച്ച് അവിടെ ആഡ് ചെയ്തു. ഓക്കെ, അത് ആഡ് ചെയ്തു. ഇനി ഇതിൻ്റെ ഒരു സ്ലോഗം വേണമെങ്കിൽ അതും കൊടുക്കാം. ഓക്കെ, സ്ലോഗം നമുക്ക് എന്താണോ കൊടുക്കേണ്ടത് നമ്മുടെ അക്കാദമിൻ്റെ സ്ലോഗം കൊടുക്കാം. സ്റ്റഡി വെൽ എന്നുള്ളതായിക്കോട്ടെ നമ്മുടെ ലോഗോ, നമ്മുടെ സ്ലോഗം സ്റ്റഡി വെൽ എന്നുള്ളത് കൊടുത്തു. ഓക്കെ, അത് കൊടുത്തു. ഇപ്പോൾ ഇവിടെ നമ്പറായി. ഇനി ഇവിടെ താഴത്ത് വെബ്സൈറ്റ് കൊടുക്കാം. നമ്മുടെ വെബ്സൈറ്റ് കൊടുക്കാം. നമ്മുടെ വെബ്സൈറ്റ് www.ourclub.in. അങ്ങനെ നമ്മുടെ വെബ്സൈറ്റ് ആഡ് ചെയ്യുക. വെബ്സൈറ്റിൻ്റെ പേര് ആഡ് ചെയ്യുക. .in എന്നുള്ളത് ആഡ് ചെയ്യുക. ഓക്കെ, ഇൻസ്റ്റൻ്റെ പ്രൊഫൈലും കാര്യങ്ങളും കൊടുക്കുക. പിന്നെ അതിന് ശേഷം നമ്മൾ ഈ ടെക്സ്റ്റുകൾ നമുക്ക് കൂടുതലായിട്ട് ടെക്സ്റ്റുകൾ ആഡ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഫോൺ നമ്പറോ അല്ലെങ്കിൽ ബാക്കിയുള്ള സ്ഥലം ഡീറ്റെയിൽസൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ അതിന് വേണ്ടത് ഇവിടെ ഈ ടെക്സ്റ്റ് എന്നുള്ള ഓപ്ഷനിൽ പോയിട്ട് നമ്മൾ വേണ്ട ടെക്സ്റ്റ് നമ്മുടെ സ്ഥലം ആഡ് ചെയ്യണം. നമ്മളത് തൃശ്ശൂരാണ് നമ്മുടെ സ്ഥലമെങ്കിൽ തൃശ്ശൂർ എന്നുള്ളത് നമുക്കിവിടെ ആഡ് ചെയ്യണമെങ്കിൽ തൃശ്ശൂർ എന്നുള്ളത് ആഡ് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഫോണ്ട് സെലക്ട് ചെയ്യുക. നമുക്ക് വേണ്ട ഫോണ്ട് നോക്കിയിട്ട് ഫോണ്ട് ഏതാണോ വേണ്ടത് അത് നമ്മൾ സെലക്ട് ചെയ്ത് ഫോണ്ട് കൊടുത്ത് ഓക്കെ, ഫോണ്ട് സെലക്ട് ചെയ്ത് അവിടെ തൃശ്ശൂർ ഇവിടെ വന്നിട്ടുണ്ടാവും. ഇവിടെ കണ്ടില്ലേ വന്നിട്ടുണ്ട്. ആ തൃശ്ശൂർ എന്നുള്ള സ്ഥലം നമ്മളിവിടെ ആഡ് ചെയ്ത് ആ തൃശ്ശൂർ എന്നുള്ളത് കൊടുത്ത് സ്ഥലം കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പോസ്റ്ററിൻ്റെ ഏകദേശമായി. ഇനി നമുക്ക് കാര്യങ്ങൾ ആഡ് ചെയ്യണമെങ്കിൽ ഇതിൽ കുറേ ഗ്രാഫിക്സ് കിട്ടാനുണ്ട്. ആ ഗ്രാഫിക്സൊക്കെ എങ്ങനെയാണ് ഈ ഗ്രാഫിക്സൊക്കെ വെച്ചിട്ട് വിവിധ കാര്യങ്ങൾ എഡിറ്റ് ചെയ്യുക എന്നുള്ളത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വിശദമായിട്ട് പറയാം. ഇതിലിപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. അതേപോലെ തന്നെ കുറച്ച് ഷേപ്സൊക്കെ ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യാൻ ഇതിലൂടെ ആവുന്നതാണ്. അത് നമ്മൾ എങ്ങനെ ചെയ്യുക എന്നുള്ളത് നമ്മൾ പറയും. അടുത്ത വീഡിയോയിൽ നമുക്ക് വിശദമായിട്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കാം. അതേപോലെ തന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മാറ്റാനുള്ള കാര്യങ്ങളും നമ്മൾ നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ വിശദമായിട്ട് പറയാം. പോസ്റ്റർ മേക്കിൻ്റെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക്